കണ്ടോ, ഇത് ഉഗാണ്ടി നടന്നല്ല, ഈ കോഴിക്കോട് നടന്നതാ. നിങ്ങൾ ആ ചാടിയ മനുഷ്യന്മാരുടെ കുപ്പായം നോക്കുക, ഗ്രൂപ്പ് ഏതാന്ന് മനസ്സിലാവും. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇസ്ലാം മതം ഇങ്ങനെ ദീന് ഇങ്ങനെയാണെങ്കിൽ പടച്ചോമ്പരാൻ ഒരുപാട് മനുഷ്യന്മാർ, അറ്റാക്കുള്ള മനുഷ്യന്മാരുണ്ടാവും. രണ്ട് കഴിഞ്ഞവര്, അവർക്ക് ദിക്റിയല്ലേ, അവർക്ക് സ്വലാത്തിയല്ലേ? യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള പേക്കൂത്തുകളെയാണ് മുജാഹിദുകൾ വിമർശിക്കുന്നതെന്നും ഇതിന് ഇസ്ലാമിന്റെ ലേബൽ നൽകേണ്ടതില്ലെന്നും അത് ശരിയല്ലെന്നും വളരെ വ്യക്തമാണ്. അത് ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്നത്. പ്രമാണങ്ങൾ നിരത്തി സുന്നത്തും ബിദ്അത്തും വേർതിരിച്ച് കേരളക്കരയെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധക സംഘങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് എന്ന് നമുക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഖുത്ബകളും ക്ലാസുകളും ക്യാമ്പുകളും സെമിനാറുകളും മഹാസമ്മേളനങ്ങളും എക്സിബിഷനുകളും അതിൻ്റെ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും സീഡികളും ഒക്കെ ഇത്തരം പരിപാടികളടക്കം ഈ ദൗത്യമാണ് നിർവഹിച്ചു പോരുന്നത്. ഖണ്ഡനമണ്ഡനങ്ങളും മുഖാമുഖങ്ങളും ഡിബേറ്റുകളും ഒരേ ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഈ തോന്നിവാസങ്ങൾ ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾക്കറിയാമോ, ജാഹിലിയ കാലത്തിന്റെ ആരാധന ഉത്സവങ്ങളെ വിശുദ്ധ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുക്കഅം വതസ്ദിയ. എന്തായിരുന്നു ബഹുദൈവാരാധകരുടെ ആരാധനാ സമ്പ്രദായം? കഅബാലയത്തിന്റെ ദേവാലയത്തിന്റെ അരികിൽ വന്നിട്ട് പാട്ടും കൂത്തുമായിരുന്നു. സൂറത്തുൽ അൻഫാലിലെ 35-ാമത്തെ ആയത്തിൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിനെ അതിന്റെ തനതായ നിലവാരത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ദുനിയാവിന്റെ താല്പര്യത്തിനു വേണ്ടി തെറ്റിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ട ദൗത്യം മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കേണ്ടതല്ലേ? മുസ്ലിം സംഘങ്ങൾ നിർവഹിക്കേണ്ടതല്ലേ? പണ്ഡിതന്മാരും പ്രസ്ഥാനങ്ങളും നിർവഹിക്കേണ്ടതല്ലേ? ഓരോ ദിക്ർ വരുണ്ടാക്കുക, ഓരോ സലാത്ത് വരുണ്ടാക്കുക. കമാലിയ സലാത്തിനുണ്ട്. സലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബികോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു സലാത്ത്. പിന്നെ ആടുന്ന സലാത്ത്, അങ്ങനെ കുറെ ഡാൻസ് ആടുന്ന ദിക്റുകളുണ്ട് ഇവർക്ക്. ആ ദിക്റുകളുടെ കൂടി രൂപങ്ങൾ നിങ്ങളൊന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവര് ദിക്റേതാ, നമ്മൾ അനുകൂലിക്കുന്ന ദിക്റേതാ, പ്രതികൂലിക്കുന്ന ദിക്റേതാ. ദിക്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇവര് ഈ ചെല്ലുന്ന സുന്നത്ത് ജമാഅത്തിൽ പെടാത്ത സുന്നത്ത് ജമാഅത്തിന്റെ ആശയക്കാരെന്ന് പറയുന്ന ബിദഅകൾ, പുത്തൻ വാദികൾ നിർമ്മിച്ചുണ്ടാക്കിയ ദിക്റുകളുടെ സാമ്പിളുകൾ കുറച്ചു നേരം നിങ്ങൾ ക്ഷമയോടുകൂടി കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. عزك دائم ملكك دائم 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 عزك دائم ملكك دائم
عزك دائم ملكك دائم عزك دائم ملكك دائم عزك دائم ملكك دائم عزك دائم ملكك دائم عزك دائم ملكك دائم عزك دائم ملكك دائم عزك دائم ملكك عزك دائم دائم يا الله നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് ബിഹഖ് സയ്യിദനാ മുഹമ്മദിൻ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് ബിഹഖ് സയ്യിദനാ മുഹമ്മദിൻ ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ് لا إله إلا الله لا إله إلا الله لا إله إلا الله لا إلا الله لا إلا الله لا إله 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 إلا الله لا إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم حي يا قيوم يا حي يا قيوم يا حي يا قيوم 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 وعلى آله عدد كمال الله وكما يليق بكماله اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق. സുഹൃത്തുക്കളെ, മുഴുവൻ കാണിക്കാൻ സമയമില്ല. ഈ കോലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ പഠിപ്പിക്കാത്ത കുറെ ദിക്റുകൾ ഇവർ സ്വയം ഉണ്ടാക്കുക, അതിന് എണ്ണം നിശ്ചയിക്കുക, അതിന് പ്രത്യേക രീതി, ആടാനും പാടാനും അതിന് പ്രത്യേക മഹത്വം, ഇങ്ങനെ ഓരോന്നിനും അവരവർക്ക് തോന്നുന്ന നിലക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ ശേഷം പിരിവും. ഒരൊറ്റ ദിക്ർ മജ്ലിസിൽ പിരിവില്ലാത്തൊരു മജ്ലിസ് നടക്കട്ടെ, എടുത്തു പോവില്ലേ സർവ്വ മജ്ലിസുകളും? അപ്പൊ പടച്ചോന്റെ പൊരുത്തത്തിനല്ല, ദുന്യാവിന്റെ പ്രീതിയാണ്, അതിലൂടെയുള്ള ലക്ഷങ്ങൾ വാരലാണ് ഉദ്ദേശം. എന്താ സ്വലാത്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ 1-ന് 10 പ്രതിഫലം കിട്ടുന്ന സ്വലാത്ത് പല രൂപങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലേത് രൂപവും നമുക്ക് നിർവഹിക്കാം. അതിലേറ്റവും മുന്തിയ രൂപമാണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ. ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, നബിയെ, അങ്ങക്ക് സലാം പറയുന്ന രീതി എങ്ങനെയാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്തിനെ ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാ പിടിച്ചോ നാരിയ സലാത്ത്, നാ പിടിച്ചോ നമ്മളെ കോണോമ്പാറ തങ്ങളെ സലാത്ത്, മേൽമുറി തങ്ങളെ സലാത്ത് പിടിച്ചോ നാ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ
وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്വല്പം വ്യത്യാസത്തോടുകൂടി 7ഓളം റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളിലൊക്കെ പരിശോധിച്ചാലും ഈ കമാലിയ കാണൂല, ഈ നാരിയ സ്വലാത്ത് കാണൂല. അതുകൊണ്ട് റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്ന സ്വലാത്ത് ചൊല്ലാനാണ് മുജാഹിദുകൾ ഉപദേശിക്കുന്നത്. അതല്ലാതെ സ്വലാത്ത് വേണ്ടാന്നല്ല. ഉള്ള സ്വലാത്തെ ചൊല്ലാവൂ. ഉള്ള സ്വലാത്ത് ചൊല്ലിയാലേ 1-ന് 10 പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അത് സമയം കിട്ടുമ്പോൾ നീ കച്ചവട ഷോപ്പിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ നീ സ്വലാത്ത് അധികരിപ്പിച്ചോ, നിനക്ക് റബ്ബ് 1-ന് 10 കണ്ട് പ്രതിഫലം തരും, തീർച്ചയാണ്. പക്ഷേ അത് ഉള്ള സ്വലാത്ത് ചൊല്ലിയാലല്ലേ കിട്ടുകയുള്ളൂ. ഈ ഇല്ലാത്ത നാരിയ സ്വലാത്ത് ഈ കൗമിനെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത ഒരു പുത്തൻ ചരക്ക് എന്തിന് നിങ്ങൾ ഇറക്കുമതി ചെയ്തു? എന്നിട്ടോ എന്താ ഇതിന്റെ മഹത്വം? 4444 പ്രാവശ്യം ചൊല്ലിയാൽ വിസ കിട്ടാത്തവന് വിസ കിട്ടും, ശമ്പളം കൂടാത്തവന് ശമ്പളം കൂടും, ലീവ് പാസ്സാകാത്തവന് ലീവ് പാസ്സാകും, അതുപോലെ തന്നെ ഒളിച്ചോടേണ്ടവന് ഒളിച്ചേടാനുള്ള കാര്യം ഉടനെ ശരിയാവും. അതല്ലേ ആവശ്യങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ? അതല്ലേ ഏതുദ്ദേശം മുൻനിർത്തിയിട്ടാ ചൊല്ലുന്നുണ്ടെങ്കിൽ അതിന് വളരെ ഉഷാറാണ് സ്വലാത്ത്. ഞാൻ എന്തുദ്ദേശിച്ച് ചൊല്ലിയാലും ആ കാര്യം കൃത്യമായി വിടും എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. പിന്നെ സ്വലാത്ത് ചെല്ലുന്നത് എന്തിനാ? സ്വലാത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാനാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇവർ വിറ്റുകൊണ്ടിരിക്കുന്ന, ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇവർ തന്നെ ഒരു സ്വലാത്താണ് ഉണ്ടാക്കി. എന്നിട്ട് ആ സ്വലാത്ത് ഉണ്ടാക്കിയെന്ന് മാത്രല്ല, ആ സ്വലാത്തിന്റെ പ്രത്യേകത എന്താ നോക്കൂ നിങ്ങൾ. ഓരോ ദിവസവും 500 പ്രാവശ്യം മേൽപ്പറഞ്ഞ സ്വലാത്ത് ചൊല്ലിയാൽ ഉണർച്ചയിൽ തന്നെ നബി തിരുമേനിയുമായി കണ്ടുമുട്ടുകയും, സ്വപ്നമൊന്നല്ല, ഈ പറയുന്ന 500 സ്വലാത്തുകളാണ് ഒരു ദിവസം ചൊല്ലിയാൽ ഉണർച്ചയിൽ തന്നെ നബി തിരുമേനിയുമായി കണ്ടുമുട്ടുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നത് വരെ അദ്ദേഹം മരണമടയുകയില്ല. മരിക്കുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിനെ നേരിട്ടാണ് കാണും, നേരിട്ട് നബിയുമായിട്ട് മുലാഖാത്തും സംഭാഷണമൊക്കെ നടത്തും. ഇബ്ലീസ് പഠിപ്പിച്ച സ്വലാത്ത് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയമില്ല, റസൂൽ അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, അങ്ങ് മരിക്കണീനോ മുന്നേറ്റെന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല.